18ാമത് ലോകസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്ന് നടന്നത്. രാജ്യത്തെ എല്ലാവരും ഉറ്റുനോക്കിയത് നരേന്ദ്രമോദിക്ക് ഇത് എന്താണ് സംഭവിച്ചത്. ഇന്നേ വരെ നരേന്ദ്രമോദിയെ ഒരാൾ പോലും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. താണു കുമ്പിട്ട് കുനിഞ്ഞു വണങ്ങിയിരിക്കുന്ന നരേന്ദ്രമോദിയാണ് ഇന്ന് രാജ്യത്തെ ജനങ്ങളെല്ലാവരും കണ്ടത്. 2019 ലോകസഭാ സമ്മേളനം നാം കണ്ടിട്ടുള്ളതാണ് പലതും. അതിൽ എവിടെയെങ്കിലും ഇതുപോലിരിക്കുന്ന നരേന്ദ്രമോദിയെ ഒരുപക്ഷെ ആരും കണ്ടിട്ടാവില്ല. മാത്രമല്ല 2019 സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്ന നരേന്ദ്രമോദിയെ ജയ് ശ്രീറാം വിളികളോടെയാണ്, അല്ലെങ്കിൽ അത്രത്തോളം വലിയ വിളികളോടെയാണ് സ്വീകരിച്ചത്, ആനയിച്ചത്. അങ്ങനെ നരേന്ദ്രമോദി എത്തുന്ന എല്ലായിടങ്ങളിലും ജയ് ശ്രീറാം വിളികൾ കൊണ്ട് മുഖരിതമായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് 2024 ആദ്യ ലോകസഭാ സമ്മേളനത്തിന് എത്തുമ്പോൾ ഇവിടെ ജയ് ശ്രീറാം വിളികൾ പോയിട്ട് ഒരു ജയ് വിളി പോലും കേൾക്കാനില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല ഇന്ന് വരെ നരേന്ദ്രമോദി സംസാരിച്ചിട്ടില്ലാത്ത ജനാധിപത്യത്തെക്കുറിച്ചും മതനിരപേക്ഷതയെക്കുറിച്ചും അതുപോലെ ഭരണഘടനയെക്കുറിച്ചൊക്കെയാണ് നരേന്ദ്രമോദി സംസാരിക്കുന്നത്. നീലക്കുറിഞ്ഞു പോക്കുന്ന പോലെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നെങ്കിലും എന്താണ് നരേന്ദ്രമോദി പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്ര ദിനമാണെന്ന്, രാജ്യത്തെ നയിക്കാൻ എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ്, മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവരുടെയും പിന്തുണ ഉറപ്പിക്കാൻ ശ്രമം ഉണ്ടാകുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഇത് മഹത്തായ ദിനമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി നമ്മുടെ സ്വന്തം പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നു. നേരത്തെയൊക്കെ പഴയ പാർലമെന്റ് മന്ദിരത്തിലാണ് സത്യപ്രതിജ്ഞ നടന്നിരുന്നത്. ഈ സുപ്രധാന ദിനത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ എംപിമാർക്കും ഞാൻ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ, അതായത് NDAയുടെ ചരിത്രപരമായ 3ാം ടൈമിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റാനും ഇന്ത്യയെ പുരോഗതിയിലേക്കും വികസനത്തിലേക്കും നയിക്കാനുമുള്ള മുന്നണിയുടെ കഴിവിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഒപ്പം തന്റെ പ്രസംഗത്തിൽ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ചും നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പുതിയ പാർലമെന്റിലേക്ക് നരേന്ദ്രമോദി എത്തുമ്പോൾ എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് നാം കണ്ടതാണ്. പൂജയിലൂടെയും വഴിപാടിലൂടെയും ജയ് ശ്രീറാം വിളികളുടെയും കിരീടവും ചെങ്കോലും ധരിച്ചുകൊണ്ടെത്തിയ നരേന്ദ്രമോദി ഇന്ന് പറയുന്നത് ഭരണഘടനയെക്കുറിച്ചും രാജ്യത്തിന്റെ പുരോഗതിയെക്കുറിച്ചും രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ചും ഒക്കെയാണ്. അങ്ങനെ ഇതുവരെ നരേന്ദ്രമോദിയുടെ വായിൽ നിന്ന് വീണിട്ടില്ലാത്ത, നരേന്ദ്രമോദി സംസാരിച്ചിട്ടില്ലാത്ത, നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ലാത്ത വികസനത്തെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചും അതുപോലെ ജനങ്ങളുടെ അഭിലാഷങ്ങളെക്കുറിച്ചും ഒപ്പം ഭരണഘടനയെക്കുറിച്ചും ഒക്കെയാണ് നരേന്ദ്രമോദി പറയുന്നത്. അതിനൊപ്പം തന്നെ നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യമുണ്ട്, അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലതും പറയുന്ന നരേന്ദ്രമോദി എടുത്തു പറഞ്ഞത് ജനാധിപത്യത്തെക്കുറിച്ചും അതുപോലെ ഭരണഘടനയെക്കുറിച്ചുമാണ്. ഇന്നേ വരെ 2014 മുതൽ 2024 വരെയുള്ള ഈ 10 വർഷത്തിൽ ഒരു തവണ പോലും നരേന്ദ്രമോദി ഭരണഘടന എന്താണെന്ന് പോലും പറഞ്ഞിട്ടില്ല. അവിടെ എല്ലാം ശ്രമിച്ചിട്ടുള്ളത് ജയ് ശ്രീറാം വിളിക്കാനും അതുപോലെ ഓരോ ദൈവങ്ങളെ പ്രകീർത്തിച്ച് പറയാനുമാണ്. ദൈവവിശ്വാസമൊക്കെ നല്ലതാണ്, പക്ഷെ ദൈവത്തെ രാഷ്ട്രത്തിലേക്ക് വലിച്ചിഴക്കുകയും മതം കൊണ്ട് വോട്ട് തേടുകയും ചെയ്ത നരേന്ദ്രമോദി ചരിത്രത്തിൽ ആദ്യമായി ഇന്ന് ഭരണഘടനയെ തൊട്ട് പ്രസംഗിക്കുകയും ഭരണഘടനയെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത് നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. നരേന്ദ്രമോദി അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നരേന്ദ്രമോദി പറഞ്ഞത് ജൂൺ 25 ജനാധിപത്യത്തേറ്റ കളങ്കമാണ് എന്നാണ്. ഭരണഘടന പോലും അന്ന് വിസ്മരിക്കപ്പെട്ടെന്നും ഓർമ്മപ്പെടുത്തിയ അദ്ദേഹം തന്റെ സർക്കാർ ഭരണഘടനാ തത്വങ്ങൾ പിന്തുടരുമെന്ന് കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് ഇതുവരെ ഭരണഘടനയൊന്നും പിന്തുടർന്നിട്ടില്ലാത്ത നരേന്ദ്രമോദി ഇനി അത് പിന്തുടരുമെന്നോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പൊ തന്നെ വായടപ്പിക്കുന്ന മറുപടിയുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കൂടി എത്തിയിട്ടുണ്ട്. 50 വർഷം മുമ്പുള്ള അടിയന്തരാവസ്ഥയല്ല, കഴിഞ്ഞ 10 വർഷത്തെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെക്കുറിച്ച് സംസാരിക്കാൻ ഖാർഗെ പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മോദിക്കെതിരെയാണ് വിധി നൽകിയത് എന്നുകൂടി ഓർക്കണമെന്നാണ് ഖാർഗെ പറഞ്ഞത്. നീറ്റുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെക്കുറിച്ചോ പശ്ചിമ ബംഗാളിലെ ട്രെയിൻ അപകടത്തെക്കുറിച്ചോ മണിപ്പൂരിൽ തുടർന്ന അക്രമങ്ങളെക്കുറിച്ചോ പ്രധാനമന്ത്രി സംസാരിക്കുമെന്ന് രാജ്യം പ്രതീക്ഷിക്കുന്നതായും മല്ലികാർജുൻ ഖാർഗെ പറയുകയും ചെയ്തു. 50 വർഷം പഴക്കമുള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്, എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ നിങ്ങൾ മറന്നുവെന്നാണ് ഖാർഗെ പറയുന്നത്. ഇന്ത്യ സഖ്യം പാർലമെന്റിന് അകത്തും പുറത്തും ജനങ്ങളുടെ ശബ്ദം ഉയർത്തുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ പറയുകയും ചെയ്തു. ഭരണഘടന കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിന്റെ മുഴുവൻ എംപിമാരും ഇന്ന് പാർലമെന്റിലെത്തിയത്. ഇത്തവണ വലിയ ആത്മവിശ്വാസത്തോടെയാണ് പ്രതിപക്ഷം പാർലമെന്റിലെത്തിയതും. BJPയുടെ ഭൂരിപക്ഷത്തിന് താഴെ
പരിമിതപ്പെടുത്തിയ മികച്ച ഭരണത്തിൽ പ്രതിപക്ഷം ആവേശത്തിലുമാണ്. NDA സഖ്യങ്ങളുടെ പിന്തുണയോടെ മോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയെങ്കിലും തങ്ങളുടെ സഖ്യബലം ഉപയോഗിച്ച് സർക്കാരിനെ സഭയിൽ തളച്ചിടാമെന്നാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വലിയ പ്രതീക്ഷയുമായി ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുമ്പോഴും നരേന്ദ്രമോദിയുടെ ഈ മാറ്റമാണ് രാജ്യത്തെ ഓരോ ജനങ്ങളെയും ഞെട്ടിച്ചിരിക്കുന്നത്. കാരണം നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നോ അമിത്ഷായുടെ ഭാഗത്തുനിന്നോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ശാരീരിക ഘടനയിൽ പോലും മാറ്റം ഉണ്ടായിരിക്കുന്നു. ഇതുവരെ 56 നെഞ്ചളവ് പറഞ്ഞിരുന്ന 400 സീറ്റ് ഇത്തവണ എന്ന് പറഞ്ഞിരുന്ന ഞാൻ രാമനൊപ്പം ഞാൻ സീതയ്ക്കൊപ്പം എന്ന് പറഞ്ഞിരുന്ന നരേന്ദ്രമോദി ഇപ്പോൾ ഭരണഘടനയെ തൊട്ട് പറയുന്നു, ജനങ്ങളുടെ അഭിലാഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു, രാജ്യത്തിന്റെ പുരോഗതിക്കായി സംസാരിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഒപ്പം രാജ്യത്തിന്റെ വികസനങ്ങളെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. രാജ്യത്തെ ജനങ്ങളുടെ അഭിലാഷങ്ങളെയും ആഗ്രഹങ്ങളെയും കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതൊന്നും കൂടാതെ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് കൂടി നരേന്ദ്രമോദി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഇന്ത്യ സഖ്യം ഉയർത്തിയ, BJPക്ക് നേരെ ഉയർത്തിയ, നരേന്ദ്രമോദിക്ക് നേരെ ഉയർത്തിയ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന്. ഇനി അങ്ങോട്ട് ഭരണഘടന മുൻനിർത്തി മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് നരേന്ദ്രമോദിക്ക് മനസ്സിലായിരിക്കുന്നു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ അതുപോലെ രാജ്യത്തിന്റെ വികസനങ്ങൾ മാത്രമേ ഇനി മുന്നോട്ട് വയ്ക്കാൻ പറ്റുള്ളൂ എന്ന് നരേന്ദ്രമോദിക്ക് മനസ്സിലായിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാമെന്നോ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാമെന്നോ ഉള്ള ചിന്താഗതി പോലും ഉണ്ടാകാൻ പാടില്ല, അതൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട എന്ന് കൂടി നരേന്ദ്രമോദിക്ക് മനസ്സിലാക്കി കൊടുത്തത് 2021 24 ഈ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിക്ക് കിട്ടിയ തിരിച്ചടി രാജ്യത്ത് വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്.